ഹലോ മൈ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ കണ്ണ് രണ്ടും താഴെ നന്നായിട്ട് തടിച്ചിട്ടുണ്ട്. അയ്യോ, എന്താ ചെയ്യുക. ഈ കൊച്ചു വെളുപ്പാവും കാലത്തെ ഞാൻ എങ്ങോട്ട് പോകാമെന്നായിരിക്കും എല്ലാവരും വിചാരിക്കുന്നത്. ഇന്നാണ് അമ്മേനെ ഹോസ്പിറ്റലിൽ കാണിക്കേണ്ട ഡേറ്റ് തന്നിരിക്കുന്നത്. അപ്പം അയ്യോ ഇരുടായി പോയില്ലേ. അപ്പം ഞാൻ വർക്ക് ചെയ്യുന്നിടത്തു നിന്നാണ് ഇന്ന് ലീവ് എടുത്തിട്ട് പോകുന്നത്. അമ്മ നേരെ കാലിക്കറ്റ് എത്തിക്കോളൂ. ഇപ്പോൾ അവിടുന്ന് ബസ് കയറിയിട്ടുണ്ടാവും. പിന്നെ ഇപ്പോൾ സമയം ഒരു 6:30 ആയിട്ടുണ്ട്. ഞങ്ങൾ മെഡിക്കലിലാണ് കാണിക്കുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ട് അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരിക്കും. എത്രത്തോളം വീഡിയോ എടുക്കാൻ പറ്റുന്നൊന്നും എനിക്കറിയില്ല. എന്നാലും ഇന്നത്തെ വീഡിയോ വന്നിട്ട് അത്രയൊക്കെ ആയിരിക്കും. അപ്പം ഞാനിതാ നടന്നു പോവുകയാണ്. ഇപ്പം ബസ് കിട്ടുമോ പോലും എനിക്കറിയില്ല. എന്തായാലും ഈ റൂട്ടിൽ നന്നായിട്ട് ബസ് ഉള്ളത് കൊണ്ട് കിട്ടാതിരിക്കില്ല. അതിരാവിലെ തന്നെ പത്രമിടാൻ പോകുന്ന പത്രക്കാരൻ പയ്യൻ. നമ്മുടെ സ്വന്തം ദാസേട്ടൻ്റെ കടയാണ്. ഇത്ര രാവിലെ അവിടെ ആളുണ്ട്. എനിക്ക് ഇവിടുന്ന് ഒരു 40 മിനിറ്റൊക്കെയാണ് കാലിക്കറ്റിലേക്കുള്ളത്. അമ്മയ്ക്ക് വീട്ടിൽ നിന്ന് വരുമ്പോൾ 1 മണിക്കൂറിൻ്റെ അടുത്തുണ്ട്. ബ്ലോക്കും കാര്യങ്ങളൊക്കെ കുടുങ്ങുകയാണെങ്കിൽ അതിലും ടൈമൊക്കെ എടുക്കും. അപ്പം അമ്മ ഇപ്പോഴും നടുവണ്ണൂർ ബസ് സ്റ്റാൻഡിൽ നിൽക്കുകയാണ്. ബസ് കിട്ടിയില്ല എന്ന് പറഞ്ഞത്. ഞാൻ എന്തായാലും അമ്മേനെയും കേട്ടു ഫസ്റ്റ് എത്തുന്നതായിരിക്കും. ഞാനിതാ എൻ്റെ സ്റ്റോപ്പിൽ എത്തിയിട്ടുണ്ട്. ഒരു ബസ് വരുന്നുണ്ട്. നല്ല ആളാന്ന് തോന്നുന്നു. എന്നാലും നമുക്ക് അതിൽ കയറാം. രാവിലെ തന്നെ ആയതിനെക്കൊണ്ട് അത്യാവശ്യം ആൾക്കാർ ആ സ്റ്റോപ്പിൽ നിന്ന് കയറിയിട്ടുണ്ട്. എനിക്ക് കയറിയ പാട് തന്നെ ഒരു സീറ്റും കിട്ടിയിരുന്നു. അത് വലിയ മഹാഭാഗ്യം എന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ ഇതാ ഞാൻ നേരെ കോഴിക്കോട് സ്റ്റാൻഡിലെത്താൻ എത്തിയിട്ടുണ്ട്. പിന്നെ ഞാൻ നേരെ മെഡിക്കലിലേക്കുള്ള ബസ്സാണ് നോക്കിയത്. അപ്പോൾ സിറ്റി ബസ് തന്നെ ഉണ്ട് മെഡിക്കലിലേക്ക്. അപ്പോൾ എന്താ പറയുക, നമ്മുടെ സ്റ്റാൻഡിലേക്ക് സിറ്റി ബസ് കയറ്റില്ല. ഈ പച്ച കളറിലുള്ള ബസ്സാണ് സിറ്റി ബസ്. അപ്പം എന്താ പറയുക, ഞാൻ നേരെ സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റ് നിന്നിട്ട് ഈ നീല കളർ ബസ്സും മെഡിക്കലിലേക്കാട്ടോ ഞാൻ അതിലാണ് കയറിയത്. അപ്പോഴും എനിക്ക് ഭാഗ്യത്തിന് സീറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഈ കുട്ടീനെ കണ്ടു. ഈ കുട്ടീൻ്റെ എന്തോന്ന് കാണാണ്ടായി പോയിട്ടുണ്ട്. കാരണം ഭയങ്കര തപ്പലായിരുന്നിട്ട് അവൾ അടുത്ത സ്റ്റോപ്പിൽ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഞാനിതാ 15 രൂപയാണ് ടിക്കറ്റിന് വരുന്നത്. കോഴിക്കോട് പുതിയ സ്റ്റാൻഡിൽ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് 15 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റിന് വരുന്നത്. ഇതാ അപ്പം മെഡിക്കലിലെത്തി. നേരെ എനിക്ക് എവിടത്തേക്കാണോ പോകേണ്ടത് കറക്റ്റായി OPൻ്റെ മുന്നിൽ തന്നെയാണ് ബസ് നിർത്തിയത്. അതുകൊണ്ട് പിന്നെ ഞാൻ അമ്മേനെ വെയിറ്റ് ചെയ്ത് ഇതാ ഇവിടെ ഇരുന്നു. ഞാനിവിടെ എത്തിയിട്ടുണ്ട്. അമ്മ എത്തിയിട്ടില്ല. ഞാൻ വിചാരിച്ചതെന്ന് വെച്ചാൽ അമ്മയും ഞാനും കൂടി ഒരുമിച്ച് വരാം കാലിക്കറ്റിൽ നിന്ന്. അമ്മയ്ക്ക് അവിടെ നിന്ന് നേരിട്ട് മെഡിക്കലിലേക്കുള്ള ബസ് കിട്ടി. അതുകൊണ്ട് അമ്മ പറഞ്ഞു നീ അവിടെ എത്തിക്കുമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ എന്താ പറയുക ഇവിടെ എത്തിയിട്ടുണ്ട്. പക്ഷെ അമ്മ എന്നിട്ടും എത്തിയിട്ടില്ല. പുതിയങ്ങാടിയൊക്കെ കഴിഞ്ഞതെന്നാണ് പറഞ്ഞത് ഞാൻ വിളിച്ചപ്പോൾ. ഇപ്പോൾ ഞാൻ വീണ്ടും ഇവിടെ എത്തിയപ്പോൾ വിളിച്ചു നോക്കിയപ്പം ഫോണ് റിങ് ചെയ്യുന്നുണ്ട്. പക്ഷെ ബസ്സിൽ സീറ്റൊന്നും കിട്ടിയിട്ടില്ലല്ലോ. പാവം നിൽക്കുകയാണോ. കാരണം അവിടെ നിന്ന് ഇവിടുത്തെ വരെ നിൽക്കാന്ന് വെച്ചാൽ ടാസ്ക്കാണ്. പിന്നെ അപ്പം നിൽക്കുകയെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിനെ കൊണ്ട് ഫോൺ എടുക്കുന്നില്ല. ചിലപ്പോൾ എത്തിക്കോളുമായിരിക്കും. അപ്പോൾ ഞാൻ ഇവിടെ വന്ന് ഇവിടെ അമ്മയെ വെയിറ്റ് ചെയ്ത് ഇരിക്കുകയാണ്. അമ്മ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു താഴെ ഉണ്ട് എന്ന്. അപ്പോൾ അമ്മേനെ നോക്കി മേലോട്ട് പോവുകയും ചെയ്തിരുന്നു. അമ്മയാണ് പോകുന്നത്. അമ്മ എന്നെ കണ്ടിട്ടില്ല. അമ്മ എന്നെ കണ്ടിട്ടില്ല. ഞാൻ വിളിച്ചിട്ടുണ്ട് പക്ഷെ കണ്ടിട്ടില്ല. ഞാൻ ഇപ്പുറത്തെ സൈഡിൽ കൂടെ അമ്മ അപ്പുറത്തെ സൈഡിൽ കൂടെയാണ് നടക്കുന്നത്. ഞാൻ വിളിച്ചപ്പോഴാണ് അമ്മ എന്നെ കണ്ടത്. പിന്നെ അമ്മ റോഡൊക്കെ ക്രോസ് ചെയ്ത് പിന്നെ ഞങ്ങൾ നേരെ രണ്ടാളും കൂടി OPയിലേക്ക് പോവുകയാണ്. അമ്മ ചോദിക്കുന്നുണ്ട് OP എവിടെയാന്ന് നോക്കാം. അപ്പോൾ എനിക്കിതാ താഴെ കണ്ടോ കുറേ ഷോപ്പ് കണ്ടോ. അതെന്ന് വെച്ചാൽ ഈ ഷോപ്പൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബേബീസിൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ടാവില്ലേ, ഈ അത് ഒക്കെ ഉള്ളൊരു ഷോപ്പാണ്. എനിക്ക് എന്താ പറയുക, ഒരു ടൂറ് പോയ സ്ഥലത്തൊക്കെ ഉണ്ടാവില്ല ചെറിയ ചെറിയ ഷോപ്പ്, നമ്മുടെ കടകളൊക്കെ. അതുപോലെ എനിക്ക് കണ്ടപ്പം തോന്നിയത്. ഇപ്പോൾ OPയിൽ എത്തിയപ്പം എൻ്റെ പൊന്നു മക്കളെ പോകണ്ടായിരുന്നു എന്നായിപ്പോയി. അത്രയും വലിയൊരു ക്യൂ ആണ്. 2 ക്യൂ ആയിട്ടാണ് അവിടെ ഉള്ളത്. ഫുൾ ആൾക്കാരും. ഞങ്ങൾക്ക് ഭാഗ്യത്തിന് ഇതാ ടോക്കനൊക്കെ കിട്ടിയിട്ടുണ്ട്. 155 ടോക്കൺ കിട്ടിയത്. പിന്നെ ഇതാ ഈ സെക്യൂരിറ്റി ചേട്ടനെ കണ്ടോ. ഈ ചേട്ടൻ പിന്നെ അവിടെ നിന്ന് എന്തൊക്കെയോ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. അമ്മ ഇതാ ഇവിടെയൊക്കെ ചേട്ടനൊക്കെ അടിയായിരുന്നു എന്നാണ് പറഞ്ഞത്. നല്ല തിരക്കാണ്, നല്ല ക്രൗഡുണ്ട്. എല്ലാവരും ഓരോ
ഇവിടെ എന്ന് വെച്ചാൽ ഞങ്ങൾ 2 ക്യൂ ആയിട്ടാണ് നിന്നത്. കാരണം കുട്ടികളെ സെക്ഷൻ വേറെയും പിന്നെ ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കാൻ വേറെ 2 സെക്ഷനായിട്ടാണ് ക്യൂ ഒക്കെ നിന്നത്. അപ്പം ഇതാ ടോക്കൻ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഞങ്ങളുടെ നമ്പർ 155. ഇത് ഓരോ സെക്ഷൻ വൈസാണ് ഇവർ ഇവിടെ ടോക്കൺ വിളിക്കുന്നത്. ആദ്യം കുട്ടിയുടെ സർജറി, പിന്നെ കുട്ടികൾക്കുള്ള എന്തോ അസുഖമോ അങ്ങനെയാണ് ഇവിടെ ആ സെക്യൂരിറ്റി പറഞ്ഞത്. അപ്പം ഞങ്ങളിനി ഏത് കാലത്താണോ വിളിക്കുക എന്തോ. അപ്പം ഞാൻ കുറച്ചിങ്ങോട്ട് മാറി കുത്തിട്ട് കണ്ടോ, ഫുൾ ആളാണ്. കുറച്ചിങ്ങോട്ട് മാറി കുത്തിട്ടാണ് ഇപ്പം നിങ്ങളോട് ഈ സംസാരിക്കുന്നത്. എന്തായാലും കാണിച്ച് നോക്കട്ടെ, എന്താ പറയുന്നത് നോക്കാം. ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഞാനവിടെ അമ്മേനെ വെയിറ്റ് ചെയ്ത് ഇരിക്കുകയാണ്. ആ സമയം കൊണ്ട് എനിക്ക് വേണമെങ്കിൽ ഈ ക്യൂവിൽ വന്ന് നിൽക്കാമായിരുന്നു. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി എന്താ പറയുക, പെട്ടെന്ന് കയറാമായിരുന്നു. പക്ഷെ ഞാൻ വെറുതെ അവിടെ കുത്തുന്ന സമയം നോക്കി. എൻ്റെ അമ്മ കൂടെ വന്നിട്ട് പോകാൻ. പക്ഷേ അങ്ങനെ ക്യൂ വരുന്ന കാര്യം ഞാൻ അറിയുന്നില്ല. കണ്ടപ്പാണ് ഞാൻ അറിഞ്ഞത്. നമ്മൾ പിന്നെ ഓരോന്നും അങ്ങനെയാണല്ലോ പഠിക്കുക. പിന്നെ വന്നിട്ട് പിന്നെയെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു നമ്പർ വരെ ടോക്കൺ കൊടുത്ത് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കുറേ ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് എന്താ പറയുക, അവർ ഡോറ് ക്ലോസ് ചെയ്തിട്ട് ബാക്കിയുള്ളവർ പുറത്താണ് നിൽക്കുന്നത്. കാരണം ഞങ്ങൾ കുറച്ചുകൂടി നേരത്തെ വന്നതിനെ കൊണ്ടാണ് ഞങ്ങൾക്ക് ഈ ടോക്കൺ കിട്ടിയത്. ആരെങ്കിലും ഇനി മെഡിക്കലിലെങ്ങാനും വരികയാണെങ്കിൽ, OPയിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ ക്യൂവിൽ നിന്നിട്ട് ടോക്കൺ വാങ്ങാൻ നോക്കുക. അല്ലെങ്കിൽ ഒരിക്കൊരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റ് കഴിഞ്ഞാൽ പിന്നെ അവരാരെയും ഉള്ളിലേക്ക് കടത്തി വിടൂല. പിന്നെ ഈ ഒരു ക്രൗഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാവരും കാണിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് അടുത്ത ടോക്കൺ കൊടുക്കാൻ തുടങ്ങും. അപ്പോൾ അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എല്ലാവരും മനസ്സിലാക്കുക. ഞാനിതാ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഞങ്ങളുടെ ടോക്കൺ നമ്പർ 155. കുറേ ഉണ്ട്. അപ്പോൾ ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല. അമ്മ രാവിലെ ചായ ഒക്കെ കുടിച്ചിട്ടാണ് വന്നത്. അപ്പം ഞാൻ എന്തെങ്കിലും ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ ഞാൻ പുറത്തേക്കൊന്നും പോകുന്നില്ല. ഇവിടെ ഇതിൻ്റെ തന്നെ ഒരു ക്യാൻറ്റീൻ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഈ ഒരു ക്യാൻറ്റീനിൽ ഒരു ചായ കുടിക്കാമെന്ന് വിചാരിക്കുന്നു. കുടിച്ച് കഴിഞ്ഞ് ഞാൻ തണലിൻ്റെ പേര് കണ്ടിട്ട് ഞാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പൈസ കുറവൊക്കെ ഉണ്ടാവുന്നു. പക്ഷേ അത് നമ്മുടെ സ്വപ്നം മാത്രമായിരുന്നു. ഒരു പൈസ കുറവൊന്നുമില്ല. എന്താ 60 രൂപയാണ് ആയത് മൊത്തം. അങ്ങനെ ഒരു ചായയും 2 നൂൽപുട്ടും പിന്നെ കടലക്കറിയാണ് തന്നത്. അതിന് 60 രൂപയായി. ഞാൻ ശൈലും കുറവായിരിക്കുന്നു. പക്ഷേ എൻ്റെ പ്രതീക്ഷകളൊക്കെ തെറ്റിപ്പോയി ഗൈസ്. പിന്നെ ഞാൻ ഉള്ളിലേക്ക് തന്നെ പോവുകയാണ്. പിന്നെ ഇതാ ഞാൻ നേരെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. ഓരോ സെക്ഷൻ വൈസാണ്. മറ്റേ സ്റ്റാഫുകൾക്ക് വേറൊരു സെക്ഷനാണ്, പിന്നെ അല്ലാണ്ട് ജനറലായിട്ട് വേറൊരു സെക്ഷനുണ്ട്. അതിൽ തന്നെ ഇരിക്കുന്നതും എന്താ പറയുക, നമ്മൾ ഇരിക്കുകയാണെങ്കിലും അങ്ങനെ ചെയറിനൊക്കെ ഉണ്ട്. ഞാൻ അവിടെ നേരത്തെ പോയിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു ഇത് സ്റ്റാഫുകളുടെ, നിങ്ങൾക്ക് ആ ബെഞ്ചിലേക്ക് ഇരിക്കുകയാണ്. അങ്ങനെ ഓരോ സെക്ഷൻ വൈസൊക്കെ ഉണ്ട്. അപ്പം മെഡിക്കലിൽ വന്നിട്ട് അറിഞ്ഞൂടാത്തവർ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ. മൺഡേ ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. കാരണം നല്ല തിരക്കുണ്ട്. പിന്നെ കുട്ടികളുടെ സെക്ഷനും അവിടെ തന്നെയാണ്, ഈ OP തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് കുറേ പേരുണ്ട്, കുറേ ആൾക്കാരുണ്ടായിരുന്നു. നല്ല തിരക്ക് തന്നെയായിരുന്നു. പിന്നെ ആ ചേട്ടന്മാരൊക്കെ കണ്ടോ, ഭാര്യമാർ ഉള്ളിൽ ടെസ്റ്റ് ചെയ്യാൻ കയറിയിട്ട് പുറത്ത് ടെൻഷൻ അടിച്ച് നിൽക്കുകയെന്ന് പറഞ്ഞു. ഞങ്ങൾ കാണിച്ച് തിരിച്ച് പോവുകയാണ്. മാർച്ചിലേക്കൊക്കെ ഡേറ്റ് തരും എന്നാണ് അവർ പറഞ്ഞത്. പിന്നെ ഷുഗറിൻ്റെ ഒരു പ്രശ്നമുള്ളത് കൊണ്ട് അമ്മയ്ക്ക് എന്താ പറയുക, അതും ഇപ്പം റെഡി ആയിട്ട് ചെയ്യാൻ പറ്റും എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ അമ്മയ്ക്ക് സ്കിന്നിനൊരു പ്രശ്നമുണ്ട്. അപ്പോൾ അതിൻ്റെ ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട്. കുറേ കാണിച്ചാണ്, പക്ഷെ മാറുന്നില്ല. അപ്പം അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പം ഞങ്ങൾ അടുത്തതായിട്ട് പോകുന്നത് എൻ്റെ ഒരു ESI ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഹോസ്പിറ്റലിൽ കാണിക്കാമെന്ന് വിചാരിക്കുന്നു. അവിടെയും കൂടി ഒന്ന് പോയി നോക്കട്ടെ. അപ്പോൾ അതാ ഞങ്ങൾ ബസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. മെഡിക്കലിൽ നിന്ന് ബസ് കിട്ടാൻ വലിയ പണിയൊന്നുമില്ലല്ലോ. അപ്പോൾ നേരെ സ്റ്റാൻഡിൽ ഇറങ്ങിയ പാട് തന്നെ ഫുഡ് കഴിക്കാനാണ് വിട്ടത്. അപ്പം ഉച്ചയ്ക്ക് എന്താ ഞങ്ങൾ ചോറാണ് കഴിച്ചത്, വേറെ ഒന്നുമല്ല. മോശമില്ലാത്തൊരു ഫുഡാണെന്ന് പറയാം. അപ്പോൾ ഞങ്ങൾ ഡിസ്പെൻസറിയിലൊക്കെ കാണിച്ച്, അപ്പോൾ അവർ അവിടെ നിന്ന് ഫറൂഖിലേക്ക് ഒരു ലെറ്റർ തന്നിട്ടുണ്ട്. ഇനി നാളെ അവിടെ പോയിട്ട് കാണിക്കണം. അവിടുന്ന് ചെയ്യാൻ പറ്റാത്ത സർജറി ആണെങ്കിൽ അവർ ഏതെങ്കിലും പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് എഴുതുമെന്നാണ് പറഞ്ഞത്. അപ്പം ഞങ്ങളിപ്പോൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പം ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഇത്രയൊക്കെ ഉള്ളൂ. ഒരു കൊച്ചു വീഡിയോ ആണ്. ആർക്കെങ്കിലും
നമ്മുടെ ചാനൽ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ വേറൊരു സന്തോഷ വാർത്തയും കൂടി ഞാൻ പറയാം, എനിക്ക് 1K സബ്സ്ക്രൈബ് ആയിരിക്കുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഓക്കെ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഓക്കെ ബൈ ഗായ്സ്. പിന്നെ നമ്മുടെ ചാനലിൽ ഇത്ര കാലം സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി.